ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ നോക്കുന്ന കെമിസ്ട്രി ഇൻ ഡെയിലി ലൈഫിലെ ക്ലെൻസിങ് ഏജൻറ്റ് ആൻഡ് കോസ്മെറ്റിക്സിൻ്റെ MDCയിലെ ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് വേഗം ചാപ്റ്ററിലോട്ട് പോവാം. ഇതിലെ പാർട്ട് 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിലോട്ട് പോവാം. ഫസ്റ്റ് ടോപ്പിക് വന്നിട്ട് ഷാംപൂസ് ആണ്. ഷാംപൂസ് ഈസ് എ വിസ്കസ് സിന്തറ്റിക് ഡിറ്റർജൻറ്റ്സ് യൂസ്ഡ് ഫോർ ഹെയർ. ഷാംപൂ മുടി നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു വിസ്കസ് സിന്തറ്റിക് ഡിറ്റർജൻ്റ് ആണ്. ഇറ്റ് ഹെൽപ്സ് ടു ക്ലീൻ സ്കാൽപ്പ്, മേക്ക് ഹെയർ ടു ഗുഡ്. ഇത് സ്കാൽപ്പ് നല്ലോണം വൃത്തിയാക്കുകയും മുടി നല്ല വൃത്തിക്ക് നിൽക്കാനും സഹായിക്കുന്നു. പിന്നെ ഷാംപൂ കണ്ടെയ്ൻസ് സർഫ്രാക്റ്റൻസ് ടു ക്ലീൻ ദ സ്കാൽപ്പ്. രണ്ടാമത്തത് ഫോം ബൂസ്റ്റർ ടു സ്റ്റെറൈസ്. ഫോം ബൂസ്റ്റർ കൂടുതൽ നുര ഉണ്ടാക്കുക, മീൻസ് പത വരില്ലേ, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ജെർമിസൈഡ് ആൻഡ് ആൻറ്റി ഡാൻഡ്രഫ് ഏജൻറ്റ്. ജെർമിസൈഡും ആൻറ്റി ഡാൻഡ്രഫ് ഏജൻറ്റും, അതായത് ഈ സൂക്ഷ്മജീവികളുടെ വളർച്ച തടയുകയും താരൻ കുറയ്ക്കുകയും ചെയ്യുന്നു. നാലാമത്താണ് അതേപോലെ തന്നെ ജെർമിസൈഡ് ഏജൻറ്റ് എന്ന് പറയുന്നത് ബെൻസോളിയം ക്ലോറൈഡാണ്. ആൻറ്റി ഡാൻഡ്രഫ് ഏജൻറ്റ് സെലീനിയം സൾഫൈഡ്, തൈമോൾ. നാലാമത്തെ കണ്ടീഷനിങ് ഏജൻറ്റ് ടു മേക്ക് ഹെയർ സിൽക്കി ആൻഡ് ഷൈനി. മുടി ഭയങ്കര സോഫ്റ്റ് ആക്കാനും ഷൈനി ആക്കുക, തിളക്കമുള്ളതാക്കാനും കണ്ടീഷനിങ് ഏജൻറ്റ് ഉപയോഗിക്കുന്നു. അഞ്ചാമത്തെ പേർലസെൻ്റ് ഏജൻറ്റ് ഗീവ് ബ്രൈറ്റനിങ് ടു ദ ഹെയർ. മുടിക്ക് കൂടുതൽ തിളക്കം നൽകാൻ പേർലസെൻ്റ് ഏജൻറ്റ് സഹായിക്കുന്നു. ആറാമത്തത് സീക്വസ്റ്റിംഗ് ഏജൻറ്റ് ഫോം കോംപ്ലക്സ് വിത്ത് മഗ്നീഷ്യം ആൻഡ് കാൽസ്യം. മഗ്നീഷ്യവും കാൽസ്യവും പോലുള്ള ലവണങ്ങളുമായി സംയുക്തങ്ങൾ രൂപപ്പെടുത്തുന്നു. അതിൻ്റെ എക്സാമ്പിളാണ് EDTA. ഏഴാമത്തതാണ് തിക്കനേഴ്സ് മേക്ക് ഷാംപൂ വിസ്കസ്. ഒരു കട്ടിയുള്ള സ്വഭാവം നൽകുന്നു. പെർഫ്യൂമിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ നല്ല സുഗന്ധം. ഇപ്പോൾ ഷാമ്പൂവിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു സ്മെൽ ഉണ്ടാവില്ലേ, അത്. പ്രിസർവേറ്റീവ്സ് പ്രിവെൻറ്റ് ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം. സൂക്ഷ്മജീവികളുടെ വളർച്ച തടയുന്നതിന് വേണ്ടിയിട്ട് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യും. പിന്നെ കളറ്, മീൻസ് ഒരു അട്രാക്ഷനൊക്കെ തോന്നാൻ വേണ്ടിയിട്ട് കളറും കൂടെ ആഡ് ചെയ്യും. വേരിയസ് ടൈപ്സ് ഓഫ് ഷാംപൂസ് ആർ പ്രസൻറ്റ്. പലതരത്തിലുള്ള ഷാമ്പുകൾ ലഭ്യമാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആർ മെഡിക്കേറ്റഡ് ഷാമ്പൂസ്. അതിൽ പ്രധാനപ്പെട്ടത് ഔഷധ ഗുണമുള്ള മെഡിക്കേറ്റഡ് ഷാമ്പുകളാണ്. അതിൻ്റെ എക്സാമ്പിളാണ് ആൻറ്റിലൈസ് ഷാമ്പു, ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു, ഹെർബൽ ഷാമ്പു എന്നൊക്കെ പറയുന്നത്. ഫസ്റ്റ് വൺ, ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു. ഇറ്റ് കണ്ടെയ്ൻസ് ആൻറ്റി ഡാൻഡ്രഫ് ഏജൻറ്റ്സ് ലൈക്ക് തൈമോൾ, സെലീനിയം സൾഫൈഡ് ആൻഡ് കാഡ്മിയം സൾഫൈഡ്. താരൻ നിയന്ത്രിക്കാൻ തൈമോൾ, സെലീനിയം സൾഫൈഡ്, കാഡ്മിയം സൾഫൈഡ് എന്നിവ അടങ്ങിയിരിക്കുന്നു. ആൻറ്റിലൈസ് ഷാമ്പു. ഇറ്റ് കണ്ടെയ്ൻസ് ആൻറ്റിലൈസ് ഏജൻറ്റ്സ് ലൈക്ക് പൈപ്പറോണിയൽ ബ്യൂട്ടോക്സൈഡ് ആൻഡ് പൈറത്രം എക്സ്ട്രാക്റ്റ്. പെയിൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പൈപ്പറോണിയൽ ബ്യൂട്ടോക്സൈഡും പൈറത്രം എക്സ്ട്രാക്റ്റ് എന്നിവ ഉപയോഗിക്കുന്നു. ഹെർബൽ ഷാമ്പു. ഇറ്റ് കണ്ടെയ്ൻസ് ഹെർബൽ എക്സ്ട്രാക്ട്സ് ലൈക്ക് ഹെന്ന, നീം, അലോവേര, തുളസി, ഹിബിസ്കസ്, അംല ആൻഡ് ലെമൺ. മൈലാഞ്ചി, വേപ്പ്, കറ്റാവാഴ, തുളസി, ചെമ്പരത്തി, നെല്ലിക്ക, നാരങ്ങ തുടങ്ങിയ സസ്യതത്വങ്ങൾ അടങ്ങിയിരിക്കുന്നു ഹെർബൽ ഷാമ്പുവിൽ. ബേബി ഷാമ്പു. ഇറ്റ് ഈസ് എ ബേബി ഹെയർ കെയർ പ്രൊഡക്റ്റ് യൂസ്ഡ് ടു റിമൂവ് ഡേർട്ട്, ഓയിൽ ആൻഡ് ഡാൻഡ്രഫ് ഫ്രം സ്കാൽപ്പ്. കുഞ്ഞുങ്ങളുടെ തലചർമ്മത്തിലെ അഴുക്കും എണ്ണയും നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷാമ്പു ആണ് ബേബി ഷാമ്പു. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബേബി ഷാമ്പു. pH ഷുഡ് ബി ഇൻ ദ റേഞ്ച് ഓഫ് 6 to 7. pH മൂല്യം 6 മുതൽ 7 വരെ ആയിരിക്കണം. ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ഓൺലി മൈൽഡ് സർഫ്രാക്റ്റൻസ്. മൃദുവായ സർഫ്രാക്റ്റുകൾ മാത്രമേ അടങ്ങിയിരിക്കാവൂ. ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ഇൻഗ്രീഡിയൻസ് ഹാംലെസ് ടു സ്കാൽപ്പ് ആൻഡ് ലെസ് ഇറിറ്റേറ്റിംഗ് ടു ഹെയർ. അതായത് ഹാംലെസ് അല്ലാത്ത, സ്കാൽപ്പിന് വേണ്ടിയിട്ട് ഹാംലെസ് അല്ലാത്ത ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യണം. അടുത്ത ടോപ്പിക്കാണ് ടൂത്ത് പേസ്റ്റ്. ഇറ്റ് ഈസ് എ ഹോമോജിനസ് മിക്സ്ചർ ഓഫ് ജെൽ ഓർ പേസ്റ്റ് മെയ്ഡ് ഫോർ ക്ലീനിങ് ടീത്ത്. പല്ലുകൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ജെൽ അല്ലെങ്കിൽ പേസ്റ്റ് രൂപത്തിലുള്ള ഒരു ഹോമോജിനസ് മിശ്രിതമാണ് പേസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് റിമൂവ്സ് ഫുഡ് ഡെബ്രീസ് ആൻഡ് പ്ലാക്ക് ഫ്രം ടീത്ത് സർഫേസ്. പല്ലുകളുടെ മേൽഭാഗത്തുള്ള ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാക്കും, അത് കറയൊക്കെ നീക്കം ചെയ്യാണ് ഈ ടൂത്ത് പേസ്റ്റ് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. The toothpaste contains surfactants, humectants, binding agents, sweetening agents, flavoring agents, preservatives, therapeutic agents, color and whitening agents. ടൂത്ത്പേസ്റ്റിൽ സർഫാക്റ്റ്, ഹ്യൂമക്റ്റുകൾ, ബൈൻഡിങ് ഏജൻറ്റുകൾ, മധുരം നൽകുന്ന ഘടകങ്ങൾ, രുചി നൽകുന്ന ഘടകങ്ങൾ, പ്രിസർവേറ്റീവുകൾ, ചികിത്സാ ഘടകങ്ങൾ, നിറം നൽകുന്ന ഘടകങ്ങൾ, വെളുപ്പിക്കുന്ന ഘടകങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇങ്ങനെയാണ് ഒരു പേസ്റ്റിൽ മെയിനായിട്ട് ഫങ്ഷനാണ് പഠിച്ചു വെക്കേണ്ടത്. ഫങ്ഷനും പിന്നെ ഡെഫിനിഷനുമാണ് ഈ എല്ലാത്തിനെയും പഠിച്ചു വെക്കേണ്ടത് മെയിനായിട്ട്. അടുത്ത ടോപ്പിക്കാണ് ഹെയർ ഡൈ. ഇറ്റ് ഈസ് എ കോസ്മെറ്റിക് പ്രിപ്പറേഷൻ യൂസ്ഡ് ടു ചേഞ്ച് നാച്ചുറൽ ഹെയർ കളർ ഓർ കളർ ഗ്രേ ഹെയർ. മുടിയുടെ സ്വാഭാവിക നിറം മാറ്റാനോ നരച്ച മുടിക്ക് നിറം നൽകാനോ ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുവാണ് ഹെയർ ഡൈ എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് ഹെയർ ഡൈസ്. ടെമ്പററി ഹെയർ കളറൻസ്, താത്കാലികമായി നില നൽകുന്ന ഡൈകളുണ്ട്. സെമി പെർമനൻറ്റ് ഹെയർ ഡൈസ്, ഏതാനും ആഴ്ചകളും കുറച്ച് ദിവസങ്ങളും നിലനിൽക്കുന്ന ഡൈകളുണ്ട്. ഓക്സിഡേറ്റീവ് ഡൈയിങ് സിസ്റ്റം, ഓക്സിഡേഷൻ പ്രക്രിയയിലൂടെ പ്രവർത്തിക്കുന്ന ഡൈകളുണ്ട്. ഗ്രാജുവൽ ഹെയർ കളർ, ക്രമേണ നില നൽകുന്ന ഡൈകളുണ്ട്. നാച്ചുറൽ ഡൈസ്, പ്രകൃതിദത്ത ഡൈകളും ഉണ്ട്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു പോർഷനാണ് ഹാംഫുൾ എഫക്ട്സ് ഓഫ് ഹെയർ ഡൈസ്.
ഹെയർ ബിക്കംസ് ഡ്രൈ, വീക്ക്, ബ്രിറ്റിൽ. മുടി വരണ്ടതും ദുർബലവും എളുപ്പം പൊട്ടുന്നതുമായിരിക്കും. കോസ് എക്സസീവ് ഹെയർ ഫാൾ. അമിതമായി മുടി കൊഴിയാം. റെഡ്യൂസ്ഡ് നാച്ചുറൽ കളർ ആൻഡ് ഷൈൻ ഓഫ് ഹെയർ. മുടിയുടെ സ്വാഭാവിക തിളക്കവും കുറയും. മേ ഡാമേജ് ഹെയർ റൂട്ട്സ്. മുടിവേരുകൾ കേടുപാടുകൾ സംഭവിക്കും. കോസ് സ്കാൽപ്പ് ഇറിറ്റേഷൻ ആൻഡ് ബേണിംഗ് സെൻസേഷൻ. സ്കാൽപ്പിൽ ചൊറിച്ചിലും കത്തുന്ന അനുഭവവും ഉണ്ടാകാം. ക്യാൻ പ്രൊഡ്യൂസ് ഇച്ചിങ് ആൻഡ് റെഡ്നെസ് ഓൺ സ്കിന്ന്. ചർമ്മത്തിൽ ചുവപ്പും ചൊറിച്ചിലും ഉണ്ടാകാം. മേ കോസ് അലർജിക് റിയാക്ഷൻസ് ഡ്യൂ ടു കെമിക്കൽസ് ലൈക്ക് PPD. PPD പോലുള്ള രാസവസ്തുക്കൾ അലർജി ഉണ്ടാക്കാം. സ്ട്രോങ് കെമിക്കൽസ് ക്യാൻ കോസ് ഹെഡേക്ക് ആൻഡ് ഡിസ്നസ്. ശക്തമായ രാസവസ്തുക്കൾ തലവേദനയും തലകറക്കവും ഉണ്ടാക്കാം. ലോ ക്വാളിറ്റി ഡൈസ് ഇൻക്രീസ് റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ഡാമേജ്. നിലവാരം കുറഞ്ഞ ഡൈകൾ അണുബാധയ്ക്കും കേടുപാടുകൾക്കും കാരണമാകാം. അൺസേഫ് യൂസ് വിത്തൗട്ട് പാച്ച് ടെസ്റ്റ്. പാച്ച് ടെസ്റ്റ് ചെയ്യാതെ ഉപയോഗിക്കുന്നത് അപകടകരമാണ്. ക്യാൻ ഇറിറ്റേറ്റ് ഐസ്. കണ്ണിൽ അസ്വസ്ഥത ഉണ്ടാക്കാം. ഫ്രീക്വൻറ്റ് യൂസ് മേ ലീഡ് ടു പ്രീമച്യൂർ ഗ്രേയിങ്. ഇടയ്ക്കിടെ ഉപയോഗിച്ചാൽ നേരത്തെയുള്ള നരയ്ക്ക് കാരണമാകാം. സം ഡൈസ് കണ്ടെയ്ൻ അമോണിയ ആൻഡ് പെറോക്സൈഡ്. ചില ഡൈകളിൽ അമോണിയയും പെറോക്സൈഡും അടങ്ങിയിരിക്കുന്നു. അത് നല്ല ഹെയറിന്. റെസിനോൾ ഇൻ ഹെയർ ഡൈസ് ക്യാൻ ഇറിറ്റേറ്റ് സ്കാൽപ്പ് ആൻഡ് അഫക്റ്റ് എൻഡോക്രൈൻ സിസ്റ്റം. റെസിനോൾ തലയിലെ സ്കാൽപ്പിനെ പ്രകോപിപ്പിക്കുകയും ഹോർമോൺ സംവിധാനത്തെ ബാധിക്കുകയും ചെയ്യും. എത്തനോൾ അമൈൻ മേ കോസ് ഹെയർ ലോസ് ആൻഡ് ബർത്ത് ഡിഫെക്റ്റ്. എത്തനോൾ അമൈൻ മുടിക്കൊഴിച്ചിലും ജനവൈകല്യങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ടോപ്പിക്കാണ് പൗഡേഴ്സ്. പൗഡേഴ്സ് ആർ സ്കിൻ കെയർ പ്രിപ്പറേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് വെരി ഫൈൻ പാർട്ടിക്കിൾസ്. വളരെ സൂക്ഷ്മഘടകങ്ങളാൽ നിർമ്മിച്ച ചർമ്മസംരക്ഷണ ഉൽപ്പന്നങ്ങളാണ് പൗഡറുകൾ. ദേ ക്യാൻ ബി അപ്ലൈഡ് ടു ബോഡി ആൻഡ് ഫേസ്. ശരീരത്തിലും മുഖത്തും ഉപയോഗിക്കാം. ഇൻഗ്രീഡിയൻസ് ഓഫ് പൗഡർ. ഒന്നാമത്തെ കവറിംഗ് മെറ്റീരിയൽ. കവർ ഇംപെർഫെക്ഷൻസ്. ചർമ്മത്തിലെ പാടുകളും കുറവുകളും മറയ്ക്കുന്നു. അഡ്ഹസീവ്. അറ്റാച്ച് പൗഡർ ടു സ്കിൻ. പൗഡർ ചർമ്മത്തിൽ ഒട്ടി നിൽക്കാൻ സഹായിക്കുന്നു. സ്ലിപ്പ് മെറ്റീരിയൽ. ഈസി ആപ്ലിക്കേഷൻ. പൗഡർ എളുപ്പത്തിൽ പുരട്ടാൻ സഹായിക്കുന്നു. അബ്സോർബൻ മെറ്റീരിയൽ. അബ്സോർബ് മോയ്സ്ചർ ആൻഡ് സ്വെറ്റ്. വിയർപ്പും ഈർപ്പവും ആഗിരണം ചെയ്യുന്നു. പീച്ച് ലൈക്ക് മെറ്റീരിയൽ. ഗീവ് ബ്ലൂം ടു സ്കിൻ. ചർമ്മത്തിന് മൃദുവായ ഭംഗി നൽകുന്നു. കളറിംഗ് മെറ്റീരിയൽ. നിറം നൽകുന്നു. പെർഫ്യൂംസ്. സുഗന്ധം നൽകുന്നു. യൂഷ്വൽ ഇൻഗ്രീഡിയൻസ് ടാൽ, കാൽസ്യം കാർബണേറ്റ്, കളർ, പെർഫ്യൂം, പ്രിസർവേറ്റീവ്, സ്ക്വാലിൻ, സിങ്ക് ഓക്സൈഡ് ആൻഡ് മഗ്നീഷ്യം കാർബണേറ്റ്. ടാൽ, കാൽസ്യം കാർബണേറ്റ്, നിറം, സുഗന്ധവസ്തു, പ്രിസർവേറ്റീവ്, കയോളിൻ, സിങ്ക് ഓക്സൈഡ്, മഗ്നീഷ്യം കാർബണേറ്റ് എന്നിവ സാധാരണയായി അടങ്ങിയിരിക്കുന്നു. ബോഡി പൗഡർ. ദ മെയിൻ ഫംഗ്ഷൻ ഈസ് അബ്സോർപ്ഷൻ ഓഫ് സ്വെറ്റ്. വിയർപ്പ് ആഗിരണം ചെയ്യുക എന്നതാണ് പ്രധാന പ്രവർത്തനം. ബോഡി പൗഡർ കണ്ടെയ്ൻസ് മെറ്റാലിക് കോമ്പൗണ്ട്സ്, ആൻറ്റിസെപ്റ്റിക് മെറ്റീരിയൽസ്, അഡ്ഹസീവ് മെറ്റീരിയൽസ്, അബ്സോർബൻ മെറ്റീരിയൽസ് ആൻഡ് സ്ലിപ്പ് ഏജൻറ്റ്സ്. മെറ്റാലിക് സംയുക്തങ്ങൾ, ആൻറ്റിസെപ്റ്റിക് വസ്തുക്കൾ, അഡ്ഹസീവ് വസ്തുക്കൾ, ആഗിരണ വസ്തുക്കൾ, സ്ലിപ്പ് ഏജൻറ്റ് എന്നിവ ബോഡി പൗഡറിൽ അടങ്ങിയിരിക്കുന്നു. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയാണുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.